ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നു. കുംഭരാശിയിൽ സൂര്യൻ രാഹുവുമായിട്ട് യോഗവും സൂര്യഗ്രഹണമൊക്കെ വരുന്ന മാസമാണ്. അപ്പോൾ സൂര്യന് രാഹുവുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണമൊക്കെ കുംഭരാശിയിൽ വരുമ്പോൾ അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും, എന്ത് ഗുണദോഷങ്ങളായിരിക്കും ഉണ്ടാകുന്നത്, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പം 2026 ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്ക് മാറുന്നത്. കുംഭരാശി എന്ന് പറയുമ്പോൾ അത് കാലപുരുഷൻ്റെ നേട്ടത്തിൻ്റെ സ്ഥാനമാണ്, 11ാം രാശിയാണ്, അവിടേക്കാണ് സൂര്യൻ വരുന്നത്. കുംഭരാശിയിൽ ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്, ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്, ശുക്രനും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ രാഹുവിന് സൂര്യനുമായിട്ട് യോഗം വരുന്നുണ്ട്, 17 സൂര്യഗ്രഹണം വരുന്നുണ്ട്. കുംഭരാശിയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പൊതുവെ ഈ സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗം അല്ലെങ്കിൽ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്, ആ ഗ്രഹണവാരം ഒക്കെ തന്നെ അതത്ര ഗുണകരമായ ഒന്നല്ല, മംഗളകരമായിട്ടുള്ള ഒരു യോഗമായിട്ട് നമുക്കെടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് സൂര്യനും രാഹുവും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ എല്ലാ തലങ്ങളിലും ഒരു കരുതൽ വേണ്ടുന്ന, ഒരു ജാഗ്രത വേണ്ടുന്ന സമയമായിട്ട് ഈ സൂര്യൻ്റെയും രാഹുവിൻ്റെയും ആ ഒരു യോഗ സമയം നമ്മൾ കാണണം. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവവാസങ്ങൾ അത് അധികാരതലത്തിലും വരാം, നമ്മുടെ റിലേഷൻഷിപ്പിലും വരാം. അപ്പോൾ അധികാരതലത്തിലും റിലേഷൻഷിപ്പിലും സുഖകരമല്ലാത്ത ചില അവസ്ഥ, ഒരു ഇല്യൂഷൻ, ഭയം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവെ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും അത് വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റവും സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും ഏത് രീതിയിൽ അവരെ സ്വാധീനിക്കും എന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക്. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ജന്മലഗ്നരാശ്യാധിപനാണ്. അപ്പോൾ ആ ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി 13 7ലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 14 വരെ ആ സൂര്യൻ 7 സ്ഥിതി ഉണ്ടാകും. അപ്പം 7 ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നു, 7 ബുധൻ സ്ഥിതി ചെയ്യുന്നു, 7 ശുക്രനും സ്ഥിതി ചെയ്യുന്നു. അപ്പം 7 സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും വരുന്നത്. അപ്പം പ്രത്യേകിച്ച് ആ ജന്മരാശിയിലെ കേതുവുണ്ട്, 7 രാഹുവുണ്ട്. അപ്പോൾ രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ജന്മരാശിയും അതുപോലെ 7ാം ഭാവരാശിയും വരുന്നത്. ആ 7 ഗ്രഹണം വരുന്നത്. അപ്പം 7ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഇവർക്ക് ഉണ്ടാകാം, ചില വെല്ലുവിളികൾ. വൈകാരികമായിട്ട് ഒരു അകൽച്ച, അസന്തുലിതാവസ്ഥ ഈ സൂര്യൻ്റെ 7 രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പിലും ലൈഫ് പാർട്ട്ണർഷിപ്പിലും ഒരു ജാഗ്രത വേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അതിലൊരു ടെൻഷൻ ഉള്ള സമയമാണ്. അപ്പോൾ എന്തെങ്കിലും ടെൻഷൻ, ഉത്കണ്ഠ, ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ 7 സൂര്യനും രാഹുവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ 7 സൂര്യഗ്രഹണം വരിക എന്ന് പറയുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ ഈഗോ പ്രശ്നങ്ങൾ, അത് മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒരു അകൽച്ച ഈ സമയത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ വിഷയത്തിൽ സഡൻ ആയിട്ടുള്ളൊരു തീരുമാനം ഈ സമയത്ത് എടുക്കും. ഇപ്പം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കഴിവതും ഈ സൂര്യൻ ആ 7 മാറി, അതല്ലെങ്കിൽ സൂര്യഗ്രഹണ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അതിന്മേൽ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ചിലപ്പോൾ വരാം. പരസ്പര വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും നിയമപരമായിട്ട് പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ കരാറുകൾ, ലീഗൽ കോൺട്രാക്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കെയർ കൊടുത്തു പോകണം. നമ്മൾ സാഹചര്യങ്ങളൊക്കെ
പൊതുവെ നമുക്ക് അനുകൂലമാണെങ്കിലും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ സൂര്യൻ 7 രാഹുവുമായിട്ട് യോഗം ചെയ്യുകയും സൂര്യഗ്രഹണം വരിക വഴിയും ഈ ചിങ്ങക്കുറുകാർക്കും ലഗ്നക്കാർക്കും കാണുന്നത്. അപ്പോൾ പൊതുവെ മൊത്തത്തിൽ ഒരു നിരാശ, സംതൃപ്തിയില്ലായ്മ, അസംതൃപ്തിയുടെ സമയം എന്ന് പറയാം. പാർട്ട്ണർഷിപ്പിലൊക്കെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ചിലപ്പോൾ പുനരവലോകനം ചെയ്യേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പിൻവലിയണമെന്നൊരു തോന്നലുണ്ടാകാം. അതുപോലെ പുതിയ പാർട്ട്ണർഷിപ്പിലൊക്കെ നമ്മൾ ചേരുകയാണെങ്കിൽ അതിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ആ 7 രാഹുവും സൂര്യനും ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്നത്. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപൻ സൂര്യൻ 7 ഗ്രഹണാവസ്ഥയിൽ വരിക എന്ന് പറയുമ്പോൾ ജന്മരാശ്യാധിപന് ഗ്രഹണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവായിട്ടുള്ള ഒരു ശാരീരിക വീക്ക്നെസ് അവർക്കുണ്ടാകാം, മാനസികമായിട്ട് സ്ട്രെസ് ഉണ്ടാകാം. പൊതുവേ നമുക്ക് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഇവർക്ക് ഡെവലപ്പ് ചെയ്തു എന്ന് വരാം. ഇപ്പോൾ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും അല്പം കരുതൽ വേണ്ടുന്ന സമയമാണ്. സർക്കാർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ തൊഴിലിടത്ത് എന്ത് തീരുമാനമെടുക്കുമ്പോഴും ആ ഡിസിഷൻ മേക്കിങ്ങിലുമൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ചിലർക്ക് ദൂരയാത്രകൾക്കോ വിദേശ യാത്രകൾക്കൊക്കെ യോഗമുണ്ട്. അത് ചിലപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള യാത്രകളാകാം. സർക്കാർ തലത്തിലുള്ള കരാറ് വർക്കിനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഗ്രഹണകാലം അനുകൂലമാകണമെന്നില്ല. സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടൊരു തീരുമാനം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ രവി, ബുധൻ, ശുക്രൻ ഈ 3 ഗ്രഹങ്ങളും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ജന്മരാശിയാലും ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ബുധൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് അധികം കുറച്ച് അറിവും കഴിവും അധികാരമോഹവും ഒക്കെ ഈ സമയത്തുണ്ടാകാം. അവ നമുക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിലും അവയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ കാരണം സൂര്യന് ഗ്രഹണം വരുന്നു, അതുപോലെ സൂര്യന് രാഹുവുമായിട്ടുള്ള യോഗം വരുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് നമ്മുടെ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ അതേസമയം ഗ്രഹണവാരമൊക്കെ കഴിയുമ്പോൾ ഗ്രാജുവലായിട്ട് നമുക്ക് കൂടുതൽ ക്ഷമ, സഹനശക്തി ഒക്കെ ഉണ്ടാകുകയും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടി അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം വരും എന്ന് തന്നെ പറയാം. ഇനി കന്യകുറുകാർക്കും കന്യലഗ്നക്കാർക്കും സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും? കന്യകുറുകാരെന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. അപ്പോൾ കന്യകുറുകാർക്കും കന്യലഗ്നക്കാർക്കും സൂര്യൻ ഒരു ശുഭത്വമില്ല. കാരണം 12ാം ഭാവാധിപനാണ് സൂര്യൻ. ആ 12ാം ഭാവാധിപനായ സൂര്യൻ 6ാം ഭാവരാശിയിലേക്കാണ് ഫെബ്രുവരി 13 രാശി മാറുന്നത്. മാർച്ച് 14 വരെ ആ സൂര്യൻ 6ാം ഭാവരാശിയിലുണ്ടാകും. 6ൽ രാഹു നിൽക്കുന്നു. 6ൽ രാഹു ഒക്കെ നല്ലതാണ്. 6ൽ രാഹു ഉണ്ട്, 6ൽ ബുധനുണ്ട്, 6ൽ ശുക്രനുണ്ട്. ഈ 6ാം ഭാവരാശിയിലാണ് സൂര്യനും രാഹുവുമായിട്ട് യോഗം വരുന്നത്, അതുപോലെ സൂര്യഗ്രഹണം വരുന്നത്. ഇപ്പം നമുക്ക് 12ാം ഭാവാധിപനായ സൂര്യൻ 6ലേക്ക് വരുന്നത് നല്ലതാണ്. കാരണം അത് സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ 6ലേക്ക് വരുമ്പോൾ അത് വിപരീത രാജയോഗമാണ്. അത് ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് നൽകും, അതേസമയം ചില കാര്യങ്ങളിൽ നെഗറ്റീവ് എനർജി നൽകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് സൂര്യൻ രാഹുവുമായിട്ടുള്ള യോഗം വരിക വഴി. ഇപ്പം തൊഴിലിടത്തൊക്കെ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവും. ആരോഗ്യസ്ഥിതിയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കും. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും. പ്രത്യേകിച്ച് 6ലൊക്കെ രാഹു നിൽക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ശല്യം കുറയും. കോമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും. ഇതിനൊക്കെ അനുകൂലമാണ്. പക്ഷേ ആ സൂര്യന് രാഹുവുമായിട്ട് യോഗം വരുമ്പോൾ ആ രാഹു കേതു യോഗം സൂര്യഗ്രഹണം 6ൽ വരിക എന്ന് പറയുമ്പോൾ തൊഴിലിൽ സഡൻ എന്തെങ്കിലും മാറ്റങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റം ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരക്കാം. വർക്ക് പ്ലേസിൽ വർക്ക് പ്രഷർ കൂടാവുന്ന സമയമാണ്. ചിലപ്പോൾ ചിലർക്ക് ഉയർന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും.
അതേസമയം മേലുദ്യോഗസ്ഥരുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഈ സമയത്ത് ഒഴിവാക്കണം. അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗ്രഹണവാരം കഴിയുമ്പോൾ പൊതുവെ നമുക്ക് സേവന മേഖലകളിൽ അല്ലെങ്കിൽ തൊഴിലിടത്ത് ഉള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പരിഹരിച്ചു പോകാൻ കഴിയും, പ്രത്യേകിച്ച് ഗ്രഹണവാരമൊക്കെ കഴിയുമ്പോൾ. പക്ഷേ ഗ്രഹണ സമയത്ത് ആ തൊഴിലിടത്തൊരു സുഖക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും കേസുകൾ, വ്യവഹാരങ്ങളൊക്കെ ചിലപ്പം വരാം. അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ആറിലൊക്കെ രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനെ ഒരു വ്യവഹാരം വന്നാൽ തന്നെ നമുക്ക് വ്യവഹാരത്തിലൊക്കെ ഒരു വിജയം കണ്ടെത്താനൊക്കെ കഴിയും. കടബാധ്യത കുറയ്ക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതേസമയം ഈ ആറിലാണ് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് ഈ കൂറുകാർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ ധനം ഡീല് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ്. സൂര്യൻ 12ാം ഭാവത്തിൻ്റെ 7ലാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ ബന്ധുക്കളുമായിട്ടുള്ള കണക്ഷനിലൊക്കെ ഒരു കെയർ വേണം. ശത്രുക്കളുടെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു കരുതൽ കൊടുത്തു പോകണം. രവിയും ബുധനും രാഹുവൊക്കെ 6 യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രസീവ് ആവുമെങ്കിലും ആ കമ്മ്യൂണിക്കേഷനിൽ അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യും. അതിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം. പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവർ കഴിവതും വാഗ്വാദങ്ങൾ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ്. രവിയും ബുധനും ശുക്രനും ഒക്കെ 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12ാം ഭാവാധിപൻ 12 ദൃഷ്ടി ചെയ്യുന്നു. 12 കേതുവുണ്ട്. അപ്പോൾ ധനച്ചെലവ് കൂടാവുന്ന സമയമാണ്. 2-3 ഗ്രഹങ്ങളുടെ എനർജിയാണ് ആ 12 വരുന്നത്. അത് ചിലപ്പോൾ പഠനപരമായിട്ടുള്ള ചിലവായിരിക്കാം, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവായിരിക്കാം, യാത്രകൾ കൊണ്ടുള്ള ചിലവായിരിക്കാം, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം, ചിലപ്പോൾ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം. അങ്ങനെ പല തലങ്ങളിൽ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കഴിവതും നമ്മുടെ ദിനചര്യയിലൊക്കെ ഫോക്കസ് കൊടുക്കുക, ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന മാസമായിട്ട് നമുക്ക് ഈ ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്ക് മാറുന്ന സമയത്തെ നമ്മൾ കാണുക. പ്രത്യേകിച്ച് രാഹുവും അതുപോലെ തന്നെ സൂര്യൻ എനർജി 6 വരുന്ന സമയമാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ശത്രുതാ മനോഭാവങ്ങളിലൊക്കെ തന്നെ നമ്മളൊരു കെയർ കൊടുത്ത് പോകണം. അങ്ങനെ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഈ ഗ്രഹണവാരമൊക്കെ കഴിയുമ്പോൾ നമുക്കതിൽ ഗുണാനുഭവം ഉണ്ടാകും. സേവന തലങ്ങളിലൊക്കെ നേട്ടങ്ങളുണ്ടാകും, മറ്റു മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് 2 ശത്രുഗ്രഹങ്ങൾ 6 മീറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ടാണ് ഈ തൊഴിലിടത്തൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ എല്ലാ കാര്യങ്ങളും ധനപരമായിട്ടുള്ള ചെലവിൽ, ധനം ഡീൽ ചെയ്യുന്നതിൽ, കടം കൊടുക്കുന്നതിൽ ഒക്കെ തന്നെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാർ എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ 11ാം ഭാവാധിപനാണ്. അതായത് നേട്ടത്തിൻ്റെ ഒരു ഗ്രഹമാണ്. ആ സൂര്യൻ ഫെബ്രുവരി 13 5ലേക്ക് ആണ് രാശി മാറുന്നത്. മാർച്ച് 14 വരെ ആ സൂര്യൻ 5ൽ ഉണ്ടാകും. 5ലിപ്പോൾ രാഹുവുണ്ട്, 5ൽ ബുധനുണ്ട്, 5ൽ ശുക്രനും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ 5ാം ഭാവ രാശിയിലാണ് രാഹുവും സൂര്യനുമായിട്ട് യോഗം വരുന്നത്, സൂര്യഗ്രഹണം വരുന്നത്. ധനപരമായിട്ട്, കാരണം 11ാം ഭാവാധിപൻ ത്രികോണസ്ഥാനത്താണ് വരുന്നത്, 5ലേക്ക് വരുന്നത്. ധനപരമായിട്ട് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും മാനസികമായിട്ട് അല്പം ടെൻഷൻ, മനസ്സമാധാനം കുറയുന്ന സമയമായിട്ട് ഈ രാഹു സൂര്യയോഗം 5ൽ വരുന്ന സമയത്തെ നമ്മൾ കാണണം. ചിലർക്ക് സഡനായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകാം.
ഇപ്പോൾ ഓഹരി വിപണി വഴിയോ സ്പെക്കുലേഷൻ വഴിയോ നമുക്ക് അല്ലെങ്കിൽ സൗഹൃദങ്ങളോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് വർക്ക് വഴിയോ ഒക്കെ ചിലപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. സർക്കാർ തലത്തിൽ കിട്ടേണ്ടുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ രവി, ബുധൻ, ശുക്രനൊക്കെ 11-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രവി 11-ാം ഭാവം 11 ദൃഷ്ടി ചെയ്യുന്നു, ബുധൻ 11 ദൃഷ്ടി ചെയ്യുന്നു, ശുക്രൻ 11 ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ധനപരമായിട്ടുള്ള ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. അതേസമയം മാനസികമായിട്ടും വൈകാരികമായിട്ടും ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ സൂര്യ രാഹുയോഗം 5-ൽ വരുന്നതിനെ കാണണം. അപ്പോൾ പൊതുവെ കമിതാക്കൾക്ക് അവർക്ക് അനുകൂല സമയമായി കാണുന്നില്ല. അവരുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഈഗോ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള അകൽച്ച അവർക്കിടയിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് അവരുടെ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. 5-ാം ഭാവത്തിലാണ് ഗ്രഹണം വരുന്നത്. അപ്പോൾ സന്താനങ്ങളുമായിട്ടുള്ള ബന്ധം സുഗമമാകണമെന്നില്ല. ചിലർക്ക് സന്താനങ്ങളുടെ ബിഹേവിയർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് നേരിട്ടു എന്ന് വരാം. അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ്. കഴിവതും റിസ്ക് ആയിട്ടുള്ള സ്പെക്കുലേഷൻ ഈ സമയത്ത് ഒഴിവാക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും സന്താനത്തിനുണ്ടായെന്ന് വരാം. അവരുടെ സ്വഭാവം അവയൊക്കെ ഓർത്ത് മാനസികമായിട്ടൊക്കെ നമുക്ക് ഒരു ടെൻഷൻ ചിലപ്പോൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ൽ ബുധൻ, രവി ഒക്കെ ഗുണം ചെയ്യും എങ്കിലും, അവരൊരു നിപുണ യോഗമൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ സീനിയർ അധ്യാപകരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധിച്ച് പോകേണ്ടുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവരും കലാകാരന്മാരും ഒക്കെ തന്നെ പ്രത്യേകിച്ച് 5-ലൊക്കെ ആ ഗ്രഹണം വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംതൃപ്തി അവരുടെ മേഖലയിൽ ഉണ്ടാകണമെന്നില്ല. സൂര്യൻ രാഹുവുമായിട്ട് യോഗം വരുന്നത് കൊണ്ട് കഴിവതും നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അത് തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ രാഹു സൂര്യ യോഗ സമയത്ത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആത്മീയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൂട്ടണം. ചെറിയ ഒരു ഡൈവേർഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ എങ്കിലും 5-ലൊക്കെ ആ ഗുരുവിൻ്റെ വക്രദൃഷ്ടി ഉള്ള സമയം കൂടെയാണ്. അപ്പോൾ നമ്മൾ ചിലർക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്, അവരുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സീക്രട്ട് അഫയേഴ്സ്, ഇവകളിലൊക്കെ ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ്. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക നേട്ടം ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. വൃശ്ചികക്കുറുകാരെന്ന് പറയുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും 10-ാം ഭാവാധിപനാണ് സൂര്യൻ, കർമ്മഭാവാധിപൻ. ആ സൂര്യൻ ഫെബ്രുവരി 13-ന് 4-ലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 14 വരെ സൂര്യൻ 4-ൽ ഉണ്ടാകും. ആ സൂര്യൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടിയും ചെയ്യുന്നു. 4-ൽ രാഹുവുണ്ട്, 4-ൽ ബുധനുണ്ട്, 4-ൽ ശുക്രനുണ്ട്. രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗം വരുന്നത് 4-ലാണ്. അവിടെയാണ് 4-ലാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് കുടുംബാന്തരീക്ഷം അത്ര സുഖകരമാകണമെന്നില്ല. 8-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, അതുപോലെ രാഹു, അതുപോലെ സൂര്യൻ, ഈ 4 ഗ്രഹങ്ങൾ 4-ൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സമാധാനം കുറയാൻ ഇടയുണ്ട്. ഒരു കാരണവുമില്ലാതെ ഒരു ഭയം, ഉത്കണ്ഠ ഉളവാകാവുന്ന മാനസികാവസ്ഥ, വീട് മാറണമെന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പം ദൂരെ താമസിക്കുന്നവർക്ക് വീട്ടിൽ വന്നാൽ കൊള്ളാം എന്ന ചിന്തയും, ഇവിടെ ഉള്ളവർക്ക് ദൂരസ്ഥലത്തേക്ക് പോയാൽ കൊള്ളാം എന്നുള്ള ഒരു ചിന്തയുമായിരിക്കും ഈ സമയത്ത് വരുന്നത്. വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ, ഫാമിലി പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ, കുടുംബ ചെലവ് അപ്രതീക്ഷിതമായിട്ട് ഉയരുന്ന സമയമായിട്ട് കാണുക. വീട്, വാഹനം ഇവയ്ക്ക് എന്തെങ്കിലും കേടുപാടുകൾ അഥവാ അവയ്ക്ക് വേണ്ടി പണം ചെലവ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഈ ഗ്രഹണ സമയത്തൊക്കെ ഉണ്ടാകാം.
ഇപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം, 4-ലാണ് ആ ഗ്രഹണം വരുന്നത്. ഇപ്പോൾ രാഹു സൂര്യനുമായിട്ടുള്ള യോഗം 4-ൽ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പേരൻസിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അത് ചിലപ്പോൾ നമ്മളെ ഒരു ഒറ്റപ്പെടലിലേക്കൊക്കെ നയിച്ചു എന്നൊക്കെ വരാം. അവിടെയൊക്കെ ഒരു കെയർ വേണം. അതുപോലെ സർക്കാർ സർവീസിലുള്ളവർ, വർക്ക് ഫ്രം ഹോം ബേസിസിൽ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ ഈ തൊഴിലിൽ ഒരു വീഴ്ച വരാതെ നോക്കണം. എന്തെങ്കിലുമൊക്കെ വീഴ്ച വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ കെയർ കൊടുത്ത് പോവുക. അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധിക്കുക. അഗ്രസീവ് ആയിട്ടുള്ള റിയാക്ഷൻ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുക. പൊതുവെ അച്ചടക്കം വേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. അത് കുടുംബതലത്തിലായാലും തൊഴിൽ തലത്തിലായാലും ഫാമിലി ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നമ്മൾ ഒരു അച്ചടക്കം ആവശ്യമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് ഒരു ഈഗോ പ്രശ്നങ്ങൾ കഴിവതും ഈ സമയത്തുണ്ടാകാതെ നോക്കണം. ഇപ്പോൾ നമ്മൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് തൊഴിലിനെ ബാധിക്കാം, അല്ലെങ്കിൽ തൊഴിലിലെ പ്രശ്നങ്ങൾ അത് കുടുംബജീവിതത്തെ ബാധിക്കാം. അതുകൊണ്ട് കഴിവതും കുടുംബ പ്രശ്നങ്ങൾ തൊഴിലെടുത്ത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തൊഴിലെടുത്ത് നമ്മൾ എന്തെങ്കിലും ചതി, വഞ്ചന ഇവയിൽ പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കെയർ വേണം. കാരണം 4-ലാണ് ഗ്രഹണം വരുന്നത്, രാഹു സൂര്യ യോഗം വരുന്നത്. അതുപോലെ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർ ചിലപ്പോൾ ഭൂ ഉടമയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ വരാം. രവി, ബുധൻ, ശുക്രൻ, രാഹു ഇവയൊക്കെ തന്നെ ഈ 4-ലേക്ക് അവരുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ തൊഴിലിൽ ചിലർക്ക് ചിലപ്പോൾ സഡൻ മാറ്റങ്ങൾ ഈ സമയത്ത് വന്നു എന്ന് വരാം. ചിലപ്പോൾ തൊഴിലിടത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം ഹെഡ്ലെസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. അതായത് നമുക്ക് യുക്തിസഹമായിട്ടുള്ളൊരു തീരുമാനം ചിലപ്പോൾ നമ്മൾ എടുക്കില്ല, പെട്ടെന്നൊരു തീരുമാനം എടുക്കും. അത് ചിലപ്പോൾ തെറ്റായ തീരുമാനമായിരിക്കും. അതുകൊണ്ട് ഹെഡ്ലെസ് ഡിസിഷൻ എടുക്കാൻ ഇടയാകും എന്നുള്ളത് കൊണ്ട് അത് മുഖാന്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതികാര മനോഭാവങ്ങളൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു സുഖക്കുറവ് ഈ സമയത്തുണ്ടായെന്ന് വരാം. അതുപോലെ കഴിവതും ഫാമിലി ലൈഫിലും വർക്ക് ലൈഫിലും ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.